ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ലേണിംഗ് സെഷനിൽ നമുക്ക് കുറേ സെൻറ്റൻസുകളും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കാം. ഇത് നമ്മൾ റെഗുലർ യൂസ് ചെയ്യാറുള്ള സെൻറ്റൻസുകളാണ്. വായിച്ച് മനസ്സിലാക്കിയിരിക്കുകയെങ്കിൽ നമുക്കതൊന്നും ഉപയോഗപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ സെൻറ്റൻസ് വന്നിരിക്കുന്നത്, നിന്റെ കൈമുട്ടിൽ എന്താണ് ഉള്ളത്? അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ വന്നിരിക്കുന്നത് നോക്കാം. വാട്ട് ഈസ് ദർ ഇൻ യുവർ ഫിസ്റ്റ്? ഫിസ്റ്റ് എന്ന് വെച്ചാൽ കൈമുട്ടി എന്നാണ്. നമ്മളിങ്ങനെ കൈയൊക്കെ മടക്കി വെച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ കുട്ടികളൊക്കെ എന്തെങ്കിലും കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് വാട്ട് ഈസ് ദർ ഇൻ യുവർ ഫിസ്റ്റ്. ഫിസ്റ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ മടക്കി പിടിക്കുന്നതിനാണ് പറയുന്നത്. സോ വാട്ട് ഈസ് ദർ ഇൻ യുവർ ഫിസ്റ്റ്? നിന്റെ കൈമുട്ടിയിൽ എന്താണുള്ളത്? അടുത്ത സെൻറ്റൻസ് എന്താണെന്ന് നോക്കാം. ഇവനെ കണ്ടാൽ ഒരു കള്ള ലക്ഷണമുണ്ടല്ലോ, നീ ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ പറയാറുള്ളതാണ്. ആരിലൊക്കെ നമുക്കറിയാൻ വയ്യാത്ത ആരിലോ ഒക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഇവനെ കണ്ടാൽ ഒരു കള്ള ലക്ഷണമുണ്ട്, നീ ശ്രദ്ധിക്കണം. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. ജസ്റ്റ് ബൈ ലുക്കിംഗ് അറ്റ് ഹിം ഹി സീംസ് എ ബിറ്റ് ഷേഡി, യു മസ്റ്റ് ബി കെയർഫുൾ. ജസ്റ്റ് ബൈ ലുക്കിംഗ് അറ്റ് ഹിം, അവനെ കണ്ടാൽ, ഹി സീംസ് ബിറ്റ് ഷേഡി, ഒരു കള്ളലക്ഷണം ഉള്ളതുപോലെ തോന്നും. ഹി സീംസ് എ ബിറ്റ് ഷേഡി. എന്നിട്ട് പറയുകയാണ് യു മസ്റ്റ് ബി കെയർഫുൾ, നീ ശ്രദ്ധിക്കണം. ജസ്റ്റ് ബൈ ലുക്കിംഗ് അറ്റ് ഹിം ഹി സീംസ് എ ബിറ്റ് ഷേഡി, യു മസ്റ്റ് ബി കെയർഫുൾ. ഇവനെ കണ്ടാൽ ഒരു കള്ളലക്ഷണമുണ്ടല്ലോ, നീ ശ്രദ്ധിക്കണം. അടുത്ത സെൻറ്റൻസ് നോക്കാം. അവൻ വരാതിരുന്നതിന് കാരണം എന്തായിരിക്കും? നമ്മളൊരു സംശയം പറയുകയാണ്. അവൻ വരാതിരുന്നതിന് കാരണം എന്തായിരിക്കും? അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നത് നോക്കാം. വാട്ട് കുഡ് ബി ദ റീസൺ ഹി ഡിഡ്ന്റ് കം? വാട്ട് കുഡ് ബി ദ റീസൺ? എന്ത് കാരണമാകാം? ഹി ഡിഡ്ന്റ് കം, അവൻ വന്നില്ല. എന്ത് കാരണം കൊണ്ടാകാം അവൻ വരാതിരുന്നത്? അടുത്ത നോക്കാം. നാളെ നിങ്ങൾ എല്ലാവരും എപ്പോൾ ഇവിടെ നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നു? ഈ ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നത് നോക്കാം. വാട്ട് ടൈം ആർ യു ഓൾ പ്ലാനിങ് ടു ലീവ് ഹിയർ ടുമോറോ? അതായത് നാളെ നിങ്ങൾ എല്ലാവരും എപ്പോൾ ഇവിടെ നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നു? വാട്ട് ടൈം ആർ യു ഓൾ, എത്ര മണിക്കാണ് നിങ്ങൾ എല്ലാവരും പ്ലാനിങ് ടു ലീവ് ഹിയർ ടുമോറോ, പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നും പോകാൻ അല്ലെങ്കിൽ ഇവിടെ നിന്നും ഇറങ്ങാൻ? വാട്ട് ടൈം ആർ യു ഓൾ പ്ലാനിങ് ടു ലീവ് ഹിയർ ടുമോറോ? അടുത്ത സെൻറ്റൻസ് നോക്കാം. ഒന്നും പേടിക്കേണ്ട, ഞങ്ങൾ അവൾക്ക് പിന്തുണയുണ്ട്. ഇത് മറ്റൊരാൾക്ക് നമ്മളൊരു അഷുറൻസ് കൊടുക്കുകയാണ്. എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ വരുന്നത് നോക്കാം. ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്, വി ഹാവ് ഗോട്ട് ഹെർ ബാക്ക്. ഞങ്ങൾ അവൾക്ക് പിന്തുണയുണ്ട്, അതാണ് വി ഹാവ് ഗോട്ട് ഹെർ ബാക്ക്. ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. വി ഹാവ് ഗോട്ട് ഹെർ ബാക്ക്, ഞങ്ങൾ അവൾക്ക് പിന്തുണയുണ്ട്. അടുത്ത സെൻറ്റൻസ് നോക്കാം. അവൾക്ക് പണം ചെലവാക്കാൻ ശീലമാണ്. ഇത് പണം ഒത്തിരി ചെലവാക്കുന്നവർ, നമ്മൾ പറയും അതിന് മലയാളത്തിൽ ധൂർത്തടിക്കുക. അങ്ങനെയുള്ളവരെ പറയുന്ന ഇംഗ്ലീഷ് വേർഡാണ് സ്പെൻഡ്ത്രിഫ്റ്റ്. ഇവിടെ ഷീ ഈസ് എ സ്പെൻഡ്ത്രിഫ്റ്റ്. അവൾക്ക് പണം ചെലവാക്കാൻ ശീലമാണ്. എത്ര പണം കിട്ടിയാലും അത് ചിലവാക്കുന്ന ശീലം. അങ്ങനെയുള്ളവരെയാണ് സ്പെൻഡ്ത്രിഫ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത നോക്കാം. മനസ്സാക്ഷി അനുവദിക്കില്ലെങ്കിൽ അതെങ്ങനെ ചെയ്യാൻ കഴിയും? ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നത് നോക്കാം. ഇഫ് കോൺഷ്യൻസ് ഡസൻറ്റ് അലൗ ദെൻ ഹൗ ക്യാൻ വൺ ഡു ഇറ്റ്? മനസ്സാക്ഷി എന്നുള്ള മലയാളം വേർഡിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ വരുമ്പോൾ കോൺഷ്യൻസ് എന്നാണ്. അല്ലെങ്കിൽ ആ സെൻറ്റൻസ് പറയുന്നത് ഇഫ് കോൺഷ്യൻസ് ഡസൻറ്റ് അലൗ ദെൻ ഹൗ ക്യാൻ വൺ ഡു ഇറ്റ്? മനസ്സാക്ഷി അനുവദിക്കില്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇഫ് കോൺഷ്യൻസ് ഡസൻറ്റ് അലൗ ദെൻ ഹൗ ക്യാൻ വൺ ഡു ഇറ്റ്? അടുത്ത് നോക്കാം. ചുരുക്കി പറഞ്ഞാൽ നിനക്കത് ഇഷ്ടമായില്ല അല്ലേ? അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നത് നോക്കാം. ഇൻ എ നട്ട്ഷെൽ,
യു ഡിഡിൻറ്റ് ലൈക്ക് ഇറ്റ് റൈറ്റ്. ചുരുക്കി പറഞ്ഞാൽ ഇൻ എ നട്ട്ഷെൽ യു ഡിഡിൻറ്റ് ലൈക്ക് ഇറ്റ്, നിനക്കത് ഇഷ്ടമായില്ല റൈറ്റ് അല്ലേ. അടുത്ത് നോക്കാം. അവളൊരു പിശുക്കിയാണ് അല്ലെങ്കിൽ അവനൊരു പിശുക്കനാണ്. അറുത്ത കൈക്ക് പോലും ഉപ്പ് തേക്കില്ല. ഇത് നമ്മൾ സാധാരണ പറയാറുള്ള ഒരു സെനൻസ് ആണ്. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നത് നോക്കാം. ഷീ ഈസ് എ റിയൽ മൈസർ. So stingy, she wouldn't even spare salt for the tip of her finger. So stingy, she wouldn't even spare salt for the tip of her finger. She is a real miser എന്ന് പറയുന്നത് അവളൊരു പിശുക്കിയാണ്. അതൊന്നുകൂടെ എടുത്തു പറയുകയാണ് so stingy. അതിൻ്റെയും അർത്ഥം അങ്ങനെ തന്നെയാണ്. She wouldn't even spare salt for the tip of her finger. അറുത്ത കൈക്ക് പോലും ഉപ്പ് തേക്കില്ല. അടുത്ത് നോക്കാം. ബന്ധങ്ങൾ നഷ്ടപ്പെടാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നത് നോക്കാം. വി മസ്റ്റ് മേക്ക് ഷുവർ നോട്ട് ടു ലെറ്റ് ഗോ ഓഫ് റിലേഷൻഷിപ്സ്. ബന്ധങ്ങൾ നഷ്ടപ്പെടാതെ, നോട്ട് ടു ലെറ്റ് ഗോ ഓഫ് റിലേഷൻഷിപ്സ്. വി മസ്റ്റ് മേക്ക് ഷുവർ, നമ്മൾ ഉറപ്പാക്കേണ്ടതാണ് ബന്ധങ്ങൾ നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത്. അതാണ് നോട്ട് ടു ലെറ്റ് ഗോ ഓഫ് റിലേഷൻഷിപ്സ്. ബന്ധങ്ങൾ നഷ്ടപ്പെടാതെ നോക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ കടമയാണ്. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയ എല്ലാ സെൻറ്റൻസുകളും നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.